ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ as you're hearing the scripture, അതുകൊണ്ട് എന്താണ് കേൾക്കുന്നത് നീ മര്യാദയ്ക്ക് കേൾക്കണം. so whatever you're hearing, pay attention to it. എന്താണ് ദൈവം സംസാരിക്കുന്നത് കേട്ടാൽ As you hear to what God is telling you, നിന്റെ ജീവിതമാകെ മാറുമെന്ന്. your life is going to be changed. ഇന്ന് പകൽ വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. With great expectation and prayer, let's wait in God's presence. ഈ മാസം നമ്മൾ ധ്യാനിക്കുന്ന ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ദൈവവചന ആശയമാണ് ദൈവവചനം എന്ന് പറയുന്നത്. This entire month we have been constantly meditating and talking about scripture. ദൈവവചനത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പരിശുദ്ധാത്മ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ചിലത് നിങ്ങളെ ഇന്ന് പകൽ ഞാൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. God has been constantly teaching me about certain things regarding God's word, and അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. And then I'm going to pray for you. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. As you're hearing this scripture, God is going to do miracles for you. പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ നാമത്തിലായതുകൊണ്ട് അവിടെയും ദൈവപ്രവൃത്തികൾ നടന്നിരിക്കും. And I also pray that with Jesus' name, so there's going to be miracles that are happening too. നാം എപ്പോഴും ഈ കർത്താവിനെ മാത്രം ഉയർത്തിക്കൊണ്ടിരിക്കുക. As we are going to keep on exalting പ്രാർത്ഥിക്കുന്നവരോ God. പ്രസംഗിക്കുന്നവരോ അല്ല അത്ഭുതങ്ങൾ ചെയ്യുന്നത്, യേശു കർത്താവാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. It's not about the one who preaches or prays, but it's about Jesus who is doing the miracle. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്, What is so important that I'm going to teach you today is, ശക്തമായ വിശ്വാസത്താൽ when you have a strong or powerful faith, ദൈവവചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. you will be able to build up your life with God's scripture. തകർന്നു പോയ ഏത് വ്യക്തിയെയും ഈ വചനത്തെ വിശ്വസിക്കാൻ തയ്യാറായാൽ ആ വചനം നിങ്ങളെ പണിത് ഉയർത്തിയെടുക്കും. Even if there is someone who is completely lost in life, the scripture is capable of reviving them. ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെയും ചരിത്രം അതാണ്. ഈ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വചനം നമ്മെ പണിത് തകർത്ത് കളഞ്ഞെന്നല്ല, പണിത് ഉയർത്തി. Here we all have the same history, that every time when we go down, there is scripture which builds us up. ദൈവവചനത്തെ നമ്മൾ വിശ്വസിക്കുവാൻ തുടങ്ങുമ്പോൾ ആ വചനം നമ്മെ പണിതുകൊണ്ടിരിക്കും. As you believe in scripture, the scripture is going to constantly empower you. റോമാലേഖനം 10-17 വാക്യം വായിച്ച് ദൈവവചന ധ്യാനത്തിനായി നാം തുടങ്ങുകയാണ്. റോമാലേഖനം 10 അതിന്റെ 17 വചനം. Romans chapter 10 verse 17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. Consequently, faith comes from hearing the word, and the word is heard through the word of എല്ലാവരും Christ. ഉറക്കെ പറയണം. നിങ്ങൾക്ക് എത്രത്തോളം ശബ്ദം എടുക്കാൻ പറ്റുമോ അത്രത്തോളം ശബ്ദത്തോടെ ഈ വചനം ഉറക്കെ പറയണം. ആകയാൽ Consequently, വിശ്വാസം കേൾവിയാലും faith comes from hearing the message, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും and the word വരുന്നു. is heard through the word of Christ. അപ്പോൾ വിശ്വാസം കേൾവിയാൽ മാത്രമേ സംഭവിക്കൂ. So how does faith happens? Only when you hear something. എന്നാൽ വചനം പറയുന്നു വിശ്വാസം കേൾവിയാൽ മാത്രമേ സംഭവിക്കൂ. Because the scripture says clearly, faith comes by hearing the word. എന്തെങ്കിലും കേട്ടാൽ വിശ്വാസം വർദ്ധിക്കുമോ? Now if I'm just going to hear anything else, will my faith increase? നാട്ടിലെ ഏതെങ്കിലും വാർത്തകൾ കേട്ടാൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമോ? Can my faith be increased by just hearing to some news or നിങ്ങളുടെ something വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ else? If you want to increase your faith, ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ കേൾക്കണം. you will have to spend time hearing the word. ക്രിസ്തുവിന്റെ വചനം നിങ്ങൾ കേൾക്കും തോറും As you constantly hear the word, നിങ്ങളിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ലെവലുകൾ മാറി തുടങ്ങും. the level of faith that you have is going to be transformed. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ The one time when you believe in അവനിൽ Jesus, വിശ്വാസം ജനിക്കുന്നു. that is a birth of faith in your heart. അതുകൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തി വചനാമൻ ഉടൻ തന്നെ അവൻ രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത്. And that is why we tell them that once you come to Jesus, you get to be saved. രക്ഷിക്കപ്പെടുമ്പോൾ വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങളിൽ അതുവരെയില്ലാത്ത വിശ്വാസം ജനിക്കുവാൻ തുടങ്ങും. And so when you're getting saved and you're born again, you have a new faith which is born in you. അതുകൊണ്ടാണ് അന്നുവരെ മരിക്കുവാൻ തോന്നിയ മനുഷ്യന് മരിക്കണ്ട ജീവിക്കണമെന്ന് തോന്നുന്നത്. And that is why someone who wanted to end his life starts deciding to live his അതുകൊണ്ട് life. തകർന്നു എന്ന് പറഞ്ഞവൻ പറയുക തകരത്തില്ല, ഞാൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. That is why someone who has crushed in life believes that I'm going to be rising up. വീണവൻ വീണതുപോലെ വീഴ്ചകൾ സംഭവിച്ചവൻ മാമേൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പറയുക വീണാൽ ഞാൻ നിലം പരിചാകത്തില്ല.
And that is why someone who has gone through so many downfalls believe that I'm going to raise up again. ആ ദൈവത്തിന്റെ കൂടെയാണ് ഇന്ന് പകൽ നാം And നടന്നുകൊണ്ടിരിക്കുന്നത്. so we are all together with that God. വീണാലും നിലം പരിചാകാൻ സമ്മതിക്കാത്ത, Now even if I had to go through down, but I'm not going to be staying there. I'm going to തകർന്നു raising up. പോകാൻ സമ്മതിക്കാത്ത A God who would never let me be crushed. യേശുവിന്റെ കരത്തിലാണ് ഇന്ന് പകൽ നാം ഒരുമിച്ചിരിക്കുന്നത്. I am there safe in his hands. ആകയാൽ വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. And that is why faith comes by hearing the word, and the വചനം word is the word of Christ. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? വിശ്വാസം വർദ്ധിക്കും. And what happens when you hear the word? Your faith is increasing. അത് ചിറകടിച്ച് പറന്നുയരുവാൻ പാകത്തിന് വിശ്വാസം നിങ്ങളിൽ സംഭവിക്കും. The faith is going to let it all raise up like with wings and fly above. ഒരു മനുഷ്യനെ ഏറ്റവും അധികം ഉയർപ്പിക്കുന്നത് വിശ്വാസത്തെ കുറിച്ച് കേൾക്കുമ്പോഴാണ്. And so what revives the inner person is about when you hear in faith. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവർത്തിച്ച് ഏറ്റവും അധികം പറയുന്ന പദം അതാണ്: നിങ്ങൾ വിശ്വസിക്കുക. And that is why we constantly emphasize on faith. ഹല്ലേലൂയ. എന്താണ് നിങ്ങൾ എന്ത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നത്? And how does this faith come to you? വാർത്തകൾ കേട്ടാൽ വിശ്വാസം വർദ്ധിക്കത്തില്ല. Not by hearing mere words. മറ്റെന്തെങ്കിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കത്തില്ല. Not by seeing something else, your faith might നിങ്ങളുടെ increase. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ വചനം കേൾക്കണം. If you have to have your faith expanded, you will have to hear the word. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ As you hear the scripture, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ വളരുവാൻ തുടങ്ങും. and without your knowledge, your faith is going to be റോമാലേഖനം growing up. 12-2 വചനം പറയുന്നു, And the verses in Romans 10 say, വിശ്വാസത്തിന്റെ ഒരു അളവ് കർത്താവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ ഇട്ടിട്ടുണ്ട്. there is a level of faith which God has kept in your heart. അത് മേ ബി കടുകുമണിയോളമായിരിക്കും. It might be like a small mustard seed. അതിനേക്കാൾ വലിയ വിത്തുകളെ പോലെ ആയിരിക്കാം. Maybe it is just smaller than the other seeds. അത് അതുപോലെ അവിടെ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. But God does not want you to stay that way. അത് അവിടെ കിടന്നു വളരണം. It has to grow up. അത് അവിടെ കിടന്നു വർദ്ധിച്ചു വരണം. It has to be expanded and increased. അത് അവിടെ കിടന്നു വർദ്ധിച്ചു വരുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരൊറ്റ ആയുധമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാൽ ആ വിത്ത് അവിടെ നിന്ന് വളരുവാൻ തുടങ്ങും. And that is why when you constantly hear the word, your faith is going to be growing up. ആ വിത്ത് അവിടെ നിന്ന് വളർന്നത് പടുവൃക്ഷമാക്കി മാറ്റണം. And it has to grow up and turn into a greater plant. ഇതിനകത്ത് ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ആ വിത്തിനെ വൃക്ഷമാക്കി മാറ്റേണ്ടത്. Because it is you who are responsible of turning it into a tree. യേശുവിന്റെ കൂടെ നടന്ന പത്രോസ് അതിനെ വൃക്ഷമാക്കി മാറ്റി. And Peter was able to transform his faith into അതുകൊണ്ട് അവന്റെ such a way. നിഴലുകൾ തട്ടിയപ്പോൾ രോഗികളും അശുദ്ധാത്മാക്കളും വിടുവിക്കപ്പെട്ടു, അവർ സ്വതന്ത്രരായി. And that is why when his shadow was there, he was able to perform miracles and heal people. ആ കടുകമണിയോളമുള്ള വിശ്വാസത്തെ പൗലോസ് പടുവൃക്ഷമാക്കി മാറ്റി. And just the faith which was like a mustard seed, he was able to make ഇന്ന് it grow പകൽ to ഇത് tree. പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശമാണ്. I'm really thrilled in my spirit. ആ വിശ്വാസം പടുവൃക്ഷമായി മാറിയപ്പോൾ As it sprouted up to a brick tree, പ്രാർത്ഥിച്ച ഉത്തരീയം കൊടുത്തു വിട്ടാലും അതിനകത്തു നിന്ന് ദൈവശക്തി വ്യാപരിക്കുവാൻ തുടങ്ങി. and that is why by even just a small robe of his clothes, he is able to do miracles. അതിനകത്തു നിന്ന് ദൈവശക്തി വ്യാപരിക്കുവാൻ തുടങ്ങി. And through that, he was able to manifest God's power. കാരണം എന്താ? അവന്റെ ഉള്ളിൽ ദൈവവചനത്തിന്റെ ശക്തി നിറഞ്ഞിരിക്കുകയാണ്. Because his body was filled with the spirit and his life was ഈ flowing in. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ ആത്മാവതിനെ പിടിച്ചെടുക്കും. And as you're hearing this, there's going to be Holy Spirit grabbing you in. ആത്മാവിന്റെ വിശപ്പ് മാറ്റുന്ന ആഹാരമാണ് യേശുവിന്റെ വചനം എന്ന് പറയുന്നത്. And this is what we call as a scripture which is going to satisfy your hunger. ഹല്ലേലൂയ. ആത്മാവിന്റെ ആമേൻ വിശപ്പ് മാറ്റുന്ന ആഹാരമാണ് യേശുവിന്റെ വചനം. When you're having the hunger in your spirit, this is how God's word is going to feed you in. നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ വിശപ്പ് മാറ്റുന്ന ഏക ബ്രെഡാണ് യേശുവിന്റെ വചനം എന്ന് പറയുന്നത്. And that is how we say God's word is going to transform you and ആ fill your വചനം നിങ്ങൾ hunger. തിന്നുകൊണ്ടിരിക്കുമ്പോൾ As you're consuming this bread, നിങ്ങൾ വിശ്വാസത്തിൽ പടുവൃക്ഷമായി മാറും. you are going to be growing up in faith as a greater tree. മലകൾക്ക് നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. A mountain cannot destroy you. പർവ്വതങ്ങൾക്ക് നിങ്ങളെ ഉടയ്ക്കുവാൻ കഴിയത്തില്ല. The hills cannot come and demont you. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഏത് പർവ്വതത്തെക്കാളും വലിയ വിശ്വാസത്തിന്റെ വചനം നിങ്ങളകത്ത് കിടക്കുകയാണ്. Because more than what you see as a mountain, there's something greater than you as a faith in you. അതുകൊണ്ട് തന്നെ അകത്തുള്ള വിശ്വാസം നിങ്ങളോട് പറയും, ആ പർവ്വതങ്ങളോട് പറയുക സമുദ്രത്തിൽ പോയി വീഴുവാനായിട്ട്. And that is why he says that command the mountains to fall into the ആ sea. പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നത് ഒരു പക്ഷേ കണക്കെണികളായിരിക്കാം. It
might be something which is like a trap. രോഗങ്ങളായിരിക്കാം, maybe sicknesses, വെല്ലുവിളികളായിരിക്കാം, maybe your challenges, തകർച്ചകളായിരിക്കാം, might be your distractions, നിങ്ങളെ ഉയർത്താത്ത വിധത്തിലുള്ള ഏത് പ്രശ്നവുമായിരിക്കാം. might be which is not letting you go forward. എന്നാൽ ആ പ്രശ്നങ്ങളാകുന്ന സകല പർവ്വതങ്ങളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ മഹാസമുദ്രത്തിൽ ചെന്ന് വീഴാൻ പോവുകയാണ്. So all that problems which are standing as a mountain is going to fall into the sea today. നീ വചനം വിശ്വസിക്കുമ്പോൾ As you believe in this passage, നിന്റെ ആത്മാവിൽ നിനക്ക് തിരിച്ചറിയാൻ തുടങ്ങും, എന്റെ മുൻപിലുള്ള എല്ലാ പർവ്വതങ്ങളും വീണുകൊണ്ടിരിക്കുകയാണ്. and you can see that all that mountains are falling ഒരു apart. പർവ്വതത്തിനും കുഞ്ഞെ നിന്നെ തളർത്തുവാൻ കഴിയത്തില്ല. There is no mountain which can drown you in. ഒരു പർവ്വതവും നിന്റെ മീതെ വളരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. There is no mountain which is going to be upon you and അവന്റെ suppress വചനം you. പർവ്വതത്തെക്കാൾ വലുതാണ്. സകല പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് ഈ വചനമാണ്. And this word was the one who created all the mountains, and it is super അതുകൊണ്ട് ഈ powerful than വചനം it. കേൾക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങളിൽ സംഭവിക്കും. And that is why when you hear the word, what God has intended for you would happen. ഹല്ലേലൂയ. വചനം കേട്ടില്ല എങ്കിൽ അവന്റെ പദ്ധതി നിങ്ങളുടെ മേൽ നടക്കത്തില്ല. If you don't hear the word, you will not be able to do what God's അവന്റെ plan is for ഉദ്ദേശം നിങ്ങളിൽ പൂർത്തിയാകത്തില്ല. you. His will and intention may not come true in your എന്നാൽ നിങ്ങൾ life. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ But rather when you hear the scripture, യെശയ്യാ പറയുന്ന ഈ വചനം വെറുതെ പോയിട്ട് വെറുതെ മടങ്ങി വരുന്നില്ല. it is not that the word just goes and returns back അതതിന്റെ empty-handed. പ്രവൃത്തി ചെയ്ത ശേഷം മാത്രമേ മടങ്ങി വരൂ. It would accomplish its purpose and fulfill it and ആർത്ത് return പിടിച്ച് back. ചേർച്ച് ആമേൻ പറഞ്ഞാട്ടെ. Shout an amen. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണ്. As you hear this passage, God is going to speak to you of what is intended for you. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. God's purpose about you, God is speaking it to you. അത് നിങ്ങൾ കേട്ടില്ല എങ്കിൽ, Now if you are not going to hear that, ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിനകത്തുള്ള നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നടക്കാതെ വരും. now you may not be able to fulfill God's plan about you in His kingdom. സംഭവിക്കാതെ വരും. It cannot happen. യേശുവിനെ കൂടിയ ഈ ശിഷ്യന്മാരെ യേശു 3.5 വർഷം കൂടെ കൊണ്ടു നടന്നു. Jesus was having all His disciples along with him. യേശു ഈ അത്ഭുതങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല യേശു കൂടെ കൊണ്ടു നടന്നത്. He was not taking them just to display His miracles. പിന്നെയോ ഈ വചനം കേൾക്കാൻ വേണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ശിഷ്യന്മാരെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നങ്ങൾ അവരുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. Because as they were constantly hearing the scripture and word from God, all God's plan and purpose about them was revealed. അതുകൊണ്ടാണ് എല്ലാവരും വിട്ടുപോയപ്പോൾ ശീമോൻ പത്രോസ് യേശുവിനോട് പറയുകയാണ്, നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എവിടെ പോകും? Even though when every one of them following Jesus have left, Peter says, where will I go without you? അങ്ങേ വിട്ടേച്ച് ഞങ്ങൾ എവിടെ പോകും? Where can I go without you? യേശുവിനെ വിട്ടേച്ച് നീ എവിടെ പോയാലും, Now if you're going to leave Jesus and നീ go എവിടെ anywhere, സഞ്ചരിച്ചാലും wherever you might go, ഇതല്ലാതെ വേറൊരു വഴിയില്ല. there is no other way for you. യേശു പറഞ്ഞു, ഞാൻ തന്നെയാ വഴി. Because Jesus said, I am നിനക്ക് the way. നിന്റെ അമ്മാച്ചനല്ല നിന്റെ വഴി. There is no one else who's going to make a way for നാട്ടുകാരുടെ you. ഫോൺ കോൾ അല്ല നിന്റെ വഴി. Not a phone call is going to change നിന്റെ things in വഴി your life. ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശു മാത്രമാണ് The way നിന്റെ is വഴി. only Jesus who is alive. നീ എവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നാലും Now wherever you go, ഒടുവിൽ നീ ഇവിടെ വരേണ്ടി വരും. you will have to come to Him. ഒടുവിൽ നീ കർത്താവിന്റെ അടുക്കൽ വരേണ്ടി വരും. Finally you will have to look for Him. അതല്ലാതെ ഒരു വഴിയില്ല. Because there is no other way നിനക്ക് than ഇന്ന് Him. പകൽ അവൻ പറയുവാൻ 100 വഴികളെ കുറിച്ച് പറയാനുണ്ടായിരിക്കാം. Now there maybe you have lot of ways to 100 say. വഴികളുടെ നിയമം നിനക്ക് പറയാനുണ്ടായിരിക്കാം. You might have many things to say. പക്ഷെ എല്ലാ വഴികളും അടയും. But all the doors might go. ഒറ്റ വഴി, There is only one അത് way. യേശു മാത്രമാണ്. And that is only Jesus. എല്ലാവരും വായി തുറന്ന് വിളിച്ചു പറ, യേശു. ഒന്ന്, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ദൈവം ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ച് അത് നിറവേറ്റി തരും. The first thing, whatever the plan and purpose God has for you, He's going to speak it through you. രണ്ടാമതായിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിലുള്ള ഏത് സാഹചര്യങ്ങളെയും ഈ വചനം മാറ്റിമറിക്കും. The second, whatever situation you might be going through, the scripture is going to work for you. ഏത് സാഹചര്യങ്ങളെ, It might be whatever situation it ഏത് might be, പ്രതിസന്ധികളെ, whatever challenge it might be, ഏത് വെല്ലുവിളികളെയും no matter how big it is, മാറ്റിമറിക്കുന്ന one which can transform ഒന്നാണ് things. യേശുവിന്റെ വചനം. That is what we call as a word of. ഇത് മനസ്സിലാക്കാത്തവര് മാമൻ അതിനെ മാറ്റിമറിക്കുവാൻ വേണ്ടി പല വഴികളിൽ നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen people who does not know this truth and they try many ways by പലതും themselves. അന്വേഷിച്ചു പോകുന്നവരുണ്ട്. They look for help from many places. അത് തന്നെ സൺഡേ സർവീസിന് വരാതെ പലതിനെയും അന്വേഷിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. And there are sometimes they miss even the gathering, they keep looking for something എന്നാൽ else. ഇവിടെ വന്ന ഈ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, നിന്റെ മുൻപിലുള്ള എല്ലാ അന്തരീക്ഷത്തെയും ഈ വചനം മാറ്റും. Because as you hear this word is capable of changing your situation. ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. Because faith comes
comes by hearing and hearing the word of God. എന്നാൽ ദൈവമക്കൾ അലേർട്ട് ആകേണ്ട ഒരു ഭാഗത്തെ തൊട്ട് ഞാൻ വേഗത്തിൽ അടുത്ത പ്രധാനപ്പെട്ട ദൂതിലേക്ക് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. I'm going to tell you one thing where you need to be really aware of. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു വലിയ ഉപവാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. In Acts chapter 13 we can see there's a greater fasting that has been observed. ആ ഉപവാസത്തിന്റെ തൊട്ട് പുറകിലുള്ള അധ്യായം എന്ന് പറയുന്ന 12-ാമത്തെ അധ്യായമാണ്. 12-ാമത്തെ അധ്യായത്തിൽ കാരാഗൃഹത്തിന്റെ ആമേൻ പ്രധാനപ്പെട്ട വാതിലുകളെ തുറന്നുകൊടുത്ത ഒരു ദൈവത്തെ അവിടെ വെളിപ്പെട്ട് കിട്ടുകയാണ്. They were able to see that in chapter 12 there was a God who has break open the prisons and let the people out. ഈ കർത്താവിന്റെ മുമ്പിൽ ആമേൻ കാരാഗൃഹത്തിന്റെ പ്രധാനപ്പെട്ട വാതിൽ പോലും നിക്കത്തില്ല, തുറന്നു പോകും. Now in front of our God even a greater prison cannot stand. അടഞ്ഞു കിടക്കുന്ന ഏതു വാതിലും സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കും. അവർ വിശ്വസിക്കുന്നുണ്ട്. അടഞ്ഞു കിടക്കുന്ന ഏത് പ്രധാനപ്പെട്ട വാതിലുകളെയും സ്വർഗം തുറക്കും. Whatever the door might be which has been shut, heaven is going to open it. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. Believe it and say an amen. അത്രയും നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ കൺഫസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ആമേൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, വാതിലൊക്കെ തനിയെ തുറന്നുകൊണ്ടിരിക്കും. As you keep confess and acknowledge it, the doors will automatically കാരാഗൃഹത്തിന്റെ വാതിൽ, ഇരുമ്പ് വാതിലുകളൊക്കെ സ്വർഗം തുറന്നുകൊണ്ടിരിക്കും. Even it might be an iron door, but still the heaven is capable of കോരശിനെ opening it. വിളിച്ച് ദൈവം പറഞ്ഞത് അതാണ്. That is what God has did. ഇരുമ്പോടാമ്പലുകളെ മുറിക്കാൻ അഭിഷേകം ചെയ്യാൻ പോവുക ഞാന്. He was anointing people so they can break open doors. താമരവാതിലുകളെ തുറക്കുവാൻ പാകത്തിലുള്ള അഭിഷേകം ചെയ്യാൻ പോവുക ഞാന്. There's an anointing which can break open the strong sealed doors. അവൻ ഇരുമ്പോടാമ്പലുകളെ മുറിക്കും. He will break open all those strong doors. മുറിക്കും. He will break it open. കാര്യമെന്താ? നിനക്ക് വേണ്ടി മറഞ്ഞു കിടക്കുന്ന ഗുപ്തനിധികൾ പുറത്തു വരണമെങ്കിൽ ഈ ഇരുമ്പോടാമ്പലം മുറിഞ്ഞേ പറ്റൂ. Because if he wants to bring out all the treasure which is there hidden, he's going to break it open for ഈ you. താമരവാതിൽ തുറന്നില്ലെങ്കിൽ നിന്നെ കുറിച്ചുള്ള നിന്റെ മേൽ മറച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ നന്മ പുറത്തു വരത്തില്ല. If this door has not been breaked open, maybe all the goodness for you may not be. ഓടാമ്പല് കണ്ടാ ഞാനത് മുറിക്കും കേട്ടോ. Now when I see something അതാണ് ദൈവത്തിന്റെ സ്വഭാവം. and that is what God's nature is. താമരവാതിൽ കണ്ട സ്വർഗം അത് തകർക്കും. Even if it is something അത് standing ദൈവത്തിന്റെ strong, സ്വഭാവമാ. God's nature is to break it up for you. ഹല്ലേലൂയ. ആ പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം എന്ന് പറയുന്നത് കാരാഗൃഹം പൊളിച്ച വലിയ ദൈവപ്രവൃത്തികൾ നടന്നതാ. In the book of Acts we can see in chapter 12 the greater thing has happened there. ഒരുത്തൻ ജാഗം കിടക്കുക. He is there laying down. ചുറ്റുപാടെല്ലാരും ഉള്ള അവൻ 4 സേവകന്മാരെല്ലാരും കൂടെ അവനെ കൊല്ലുവാൻ വേണ്ടി നിൽക്കുക. And people around them are ready to kill him. ചാകാൻ നിന്നവനെ കർത്താവ് പൊക്കിയെടുത്തു. And so when he was about to die, he was being carried lifted കൊല്ലാൻ up. നിന്നവൻ അറിഞ്ഞു പോലുമില്ല. And he didn't, even the people were ready to ദൂത accuse മനസ്സിലായി him, ഇവർ അധികം പേര് ഇതിനകത്തില്ല. and no one was there who was aware of danger ഹല്ലേലൂയ. ചാകാൻ കിടന്നവനെ പൊക്കി. there. And he was about to die. തീർന്നു എന്ന് God പറഞ്ഞവനെ lifted him. പൊക്കിയെടുക്കുന്ന, When he was thinking that is an end, തീർന്നു എന്ന് പറഞ്ഞവനെ കരങ്ങളിൽ എടുത്ത് പൊക്കിയെടുക്കുന്ന ഒരു ദൈവം. we have a God who is going to lift up someone who thinks it's all over. നീ തീർന്നുവെന്ന് അവൻ നിന്നെ തീർക്കുമെന്ന് പറഞ്ഞ് 4 ചാവകമാര് നിൽക്കുകയാ. There are people around him, the gods, ready to kill them. തീർക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ചേവകന്മാർ അറിയാതെ Even though the gods were not aware of him, ചാകാൻ കിടന്നവൻ പുറത്തു വന്നു. the one who was about to die has come out. അതാണ് ആദിമ സഭയുടെ ചരിത്രം. അതാണ് And that is how the church history says us. പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ So wherever the Holy Spirit has come down, അവിടെ ദൈവശക്തി ഇറങ്ങും. there's God's power too. അവിടെ കുടുംബങ്ങൾ സ്വതന്ത്രമാകും. And all the families are delivered. അവിടെ ജനം വിടുവിക്കപ്പെടും. The people are set free. അവിടെ ആത്മാഭിഷേകം വ്യാപരിക്കും. There's anointing increased. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. Let it happen in the name of Jesus. 13-ാം അധ്യായത്തിൽ എത്തുമ്പോൾ സഭ ഒരു ഉപവാസം അങ്ങ് പ്രഖ്യാപിച്ചു. In Acts chapter 13, the church has declared a fast. അതിനകത്ത് പ്രവാചകന്മാർ ഉൾപ്പെടെ എല്ലാം ഇരിക്കുമ്പോൾ And as they were prophets and teachers, all ദൈവം gathered, ഇടപെടുകയാ. God is speaking to them. ദൈവം ഇടപെട്ടിട്ട് സ്തോത്രം. God tells them. അതിന്റെ 4-ാമത്തെ വാക്യം 13-ാമത്തെ 4 മുതൽ വാക്യങ്ങൾ വായിച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു. നിങ്ങൾക്കറിയാം സഭ സ്ഥാപിച്ചത് ആമേൻ അച്ചാച്ചമാരല്ല, സഭ സ്ഥാപിച്ചത് പരിശുദ്ധാത്മാവാ. We all know that Holy Spirit is the one who established the church. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചത് കൊണ്ട് അവിടെ വലിയ ദൈവപ്രവൃത്തി നടന്നു. Because in verse 4 we can see Holy Spirit had sent സഭയ്ക്ക് them out. അടിസ്ഥാനമിട്ടത് പരിശുദ്ധാത്മാവായി ഇതുകൊണ്ട് സഭയ്ക്കകത്ത് അസാധാരണമായ കാര്യങ്ങൾ കാണണം. And since Holy Spirit has laid the foundation of, അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്നു. അവിടെ നിന്നും കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. as they've been sent out by Holy Spirit, they went to Seleucia and sailed to Cyprus. അടുത്ത വാക്യം. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി, ഇനിയാണ് ദൈവവചനം ഇവർ പ്രസംഗിച്ചു. ആമേൻ. അതിനുശേഷം അവർ ദ്വീപിൽ കൂടി പാംഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്ന് പേരുള്ള യഹൂദനായ ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ കള്ളപ്രവാചകനായിരുന്നു.
അതുകൊണ്ടാണ് പറഞ്ഞത് പേര് നല്ലതായിരുന്നു. ബെറിയേശു നല്ല പേര്, അങ്ങ് മാറ്റാം, നല്ല പേരല്ലേ. When they had gone through the island, they saw a sorcerer and a false prophet who was called as Bar Jesus. പക്ഷേ അവൻ കള്ളപ്രവാചകനായിരുന്നു. But he is a false prophet. അടുത്ത ഒരാളുടെ പേരും കൂടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, And they also tell them the person's name. അവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെ ആയിരുന്നു. ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന് ദേശാധിപതിയോട് കൂടെ. ഇവന്റെ വാസം എവിടെയാണ്? അവിടുത്തെ ദേശാധിപതിയോട് കൂടെ വാസം. And so എന്നാൽ this man was living with the proconsul of the country who called as Sergius Paulus. എന്നാൽ ആ ദേശാധിപതിക്ക് ഈ പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. So this proconsular, he got an idea that he wanted to call Barnabas and Saul and listen to the word of God. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നത്, വചനം കേട്ടാൽ എന്ത് സംഭവിക്കും? വിശ്വാസം ഉണ്ടാകും. Holy Spirit has already taught us when you hear the word you can increase your faith. എന്നാൽ ഈ കള്ളപ്രവാചകൻ ആ ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുത്തു കളയാൻ വേണ്ടി അവിടെ കൂടെ പാർക്കുക. And so this false prophet is always there to try and destroy the faith of this proconsul. ജനത്തിന്റെ വിശ്വാസത്തെ തടുത്തു കളയുന്ന ദേശാധിപതിമാരുടെ വ്യാപാരമുണ്ടെന്ന് ജനം ആദ്യം തിരിച്ചറിയുക. The people, we all have to be aware that there's going to be lots of false things which is rising up to destroy ഇതെല്ലാം our കൂടെ faith. കേട്ട് കഴിയുമ്പോൾ ആൾക്കാർ പറയും ഭയങ്കര വിശ്വാസമായിട്ട് ഈ ഹോള് വിട്ട് പോകുന്നേ, വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പലരുടെയും വിശ്വാസം പോകും. Now when you leave the hall you might be filled and empowered with the faith, but when you leave out you don't have that same energy. എന്നാൽ നിങ്ങൾ ശക്തമായൊരു വിശ്വാസത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളർത്തിയെടുക്കണം. So for that you will have to have a stronger faith that you'll have to cultivate and let it grow in you. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ അതിന് വിടുതൽ കിട്ടുന്നവരെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. If you're going to pray for something, you will have to pray until you see the deliverance. ചിലർക്ക് നല്ല വിശ്വാസി പ്രാർത്ഥിച്ച് വരുമ്പോൾ ഒരാളുടെ ഫോൺ വരുന്നത്, ആ ഡോക്ടറെ കണ്ട എല്ലാം ശരിയാകുന്നു, ഉടനെ അങ്ങോട്ട് പോകും. Now when someone is believing and praying, maybe they hear that there's someone else you can see and you can sort it out, they look for other ways. ഇങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവേ വിടിപ്പിച്ച് മതിയാകുമെന്ന് കർത്താവിനെ പോലെ പേടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനിടയിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഫോൺ വന്നാൽ മതി. We pray at times very ceasingly that we just want God to interfere. പിന്നെ for us. അയാൾ പറഞ്ഞ ആശയവും അയാൾ പറഞ്ഞ അഭിപ്രായവും നാട്ടുകാരന്റെ അഭിപ്രായവും ഇതല്ലട കുഞ്ഞേ വിശ്വാസം എന്ന് പറയുന്നത്. The faith is not based on how and what other things happen and what others say. നീ ആരെയും നോക്കരുത്, നിന്നെ വിളിച്ച ദൈവത്തെ നീ വിശ്വസിക്കുക. You don't have to look on anyone else but focus on your God who called you. അവൻ വിശ്വസ്തനായ ദൈവമാണ്. Because he is a God who is faithful in your life. അവന് കഴിയാത്തതായിട്ടൊന്നുമില്ല. There is nothing impossible for God. മനുഷ്യന്റെ വാക്ക് നിന്നെ ജയത്തിലേക്ക് കൊണ്ടുപോകത്തില്ല, എന്നാൽ യേശു കർത്താവിന്റെ വാക്ക് നിന്നെ ജയത്തിലേക്ക് കൊണ്ടുപോകും. Man's words are not going to lead you to victory, but Jesus' words. നിന്റെ വിശ്വാസത്തെ തടുക്കുന്ന ഏത് സാഹചര്യങ്ങളും കാണുമ്പോൾ അറിഞ്ഞുകൊള്ളുക, ദേശാധിപതി നീ കേട്ട വചനപ്രകാരമുള്ള വിശ്വാസത്തെ നിന്നെ കൊണ്ട് വിശ്വസിപ്പിക്കാത്ത വിധത്തില് അവൻ നിന്റെ വിശ്വാസത്തെ തടുക്കും. So every time when you hear something and you can remember that the evil thing is going to come and stop you from believing it. നിന്റെ വിശ്വാസത്തിന്റെ അളവിനെ തകർത്തു കളയും. It will try to destroy the level of your faith. എന്നാൽ ഇന്ന് പകൽ ദേശാധിപതിയുടെ എല്ലാ തടസ്സങ്ങളിൽ നിന്ന് ജന സ്വതന്ത്രമാകട്ടെ. Let people be set free from all those other principalities. വിശ്വാസത്തെ ഇല്ലാതാക്കി കളയുന്ന എല്ലാ പൈശാചിക ശക്തികളോടും കൽപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ ജനത്തെ വിട്ടുമാറട്ടെ. I command that in the name of Jesus that all the things that are destroying people's faith live out from them. ഈ ദാവീദ് തന്റെ സ്വന്തം ഗ്രാമത്തിൽ വന്നപ്പോൾ 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിന് ഒടുവിലത്തെ ഭാഗമെന്ന് വായിച്ചു. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 6-ാമത്തെ വാക്യം. ദാവീദോ അല്ല അതിന്റെ അവസാനത്തെ ഭാഗം മാത്രം. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. സ്വന്തം ഗ്രാമത്തിൽ ദാവീദ് വന്നപ്പോൾ As David has reached his own hometown, ശത്രു വന്ന് ചുട്ടുകരിച്ചിട്ടിരിക്കുക. And the enemy has come and burned everything down. തകർത്ത് കളഞ്ഞിരിക്കുക. He's been all destroyed there. കൂടെയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ബലമില്ലാതാകുവോളം കരഞ്ഞു. And all the people with him have come completely worn out. പക്ഷേ ഈ സാഹചര്യങ്ങളെ കണ്ടിട്ട് ഈ സാഹചര്യങ്ങൾക്കകത്തും ദൈവത്തിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ദാവീദ് വിശ്വസിച്ചു. But in spite of all this, David believed and encouraged himself, knowing that God would do something. അതാണ് ദാവീദ് ശരണപ്പെട്ടെന്ന് ധൈര്യപ്പെട്ടു എന്ന് പറയുന്നത്. And that is why scripture says David was being feeling ദാവീദ് ധൈര്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യങ്ങളെ കണ്ടിട്ട് അവൻ മടുത്തില്ല.
He did not give in for all the situations he saw. അവൻ തളർന്നു പോയില്ല. He was not feeling depressed. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. Because he believed that God would do something for me. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാലും, When you have lost all your hopes, എല്ലാ സാഹചര്യങ്ങളും ഉടഞ്ഞു പോയി എന്ന് കാണുമ്പോഴും, when you know that all your situations have been crumbled ഒത്തിരി down, ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ നീ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും, when you are locked up with lots of questions around നിന്നെ you, വിളിച്ച ദൈവത്തിൽ നിനക്ക് ധൈര്യപ്പെടാൻ കഴിയുന്നുണ്ടോ? are you able to stay encouraged by the God in you? അങ്ങനെ ആരുണ്ട് ഇന്ന് പകൽ ഇതിനകത്ത്? Is there anyone here like that? ഹല്ലേലൂയ. ദാവീദ് പറമേ, ദാവീദോ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. Because the scripture says David encouraged ഈ himself with the ചുടാൻ Lord. വന്നവനെ കൊണ്ട് ഇത്രയേ സാധിക്കത്തുള്ളൂ, പക്ഷേ അതിനപ്പുറത്ത് എനിക്ക് വേണ്ടി ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ദാവീദ് വിശ്വസിച്ചു. Because he knew that the enemy could do only this much, but I have a God who can do more than that. ഇതുപോലൊരു ധൈര്യം നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ഒടുവിൽ വരെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കാൻ നീ തയ്യാറായാൽ, ഹല്ലേലൂയ, മറ്റൊരു ദാവീദ് ഇന്ന് പകൽ ഇവിടെ ജനിക്കാൻ പോവുക. If you're having such a great faith and strength in God and believing that he will definitely give me what I'm asking for. തുടക്ക സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കും. In the beginning all would love to pray. ഭയങ്കര പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കും. Pray with lots of hope and expectation. ആരെങ്കിലും ഒരുത്തൻ വേറൊരു വാർത്ത പറഞ്ഞാൽ പ്രാർത്ഥന നിർത്തും. But if there is someone else comes and says the പ്രതീക്ഷ opposite, മുഴുവനും അതിലാണ്. and because the hopes are all on the other പറയുന്ന ആള് ആമേൻ വിശ്വാസമില്ലാത്ത വ്യക്തിയാ. side, maybe the one who tells you does not have പള്ളിയിൽ any faith. വരുന്നുണ്ടാകാം, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടാകാം. Maybe he or she comes to the prayer. പക്ഷേ ഇന്ന് പകൽ വിശ്വസിക്കുവാൻ നീ തയ്യാറായാൽ, ദൈവത്തെ മാത്രം വിശ്വസിക്കാൻ നീ തയ്യാറായാൽ, നിന്റെ ഏത് വിഷയത്തെയും ദൈവം പരിഹരിക്കും. Now if you're ready to believe in only God, God would solve everything that you want. അവൻ അവസാനം വരെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി ശത്രുവിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി മേശ ഒരുക്കുമെന്ന്. സ്തോത്രം. നീ എത്ര വർഷം കഴിഞ്ഞാലും അത് തന്നെ വിശ്വസിച്ച് മുറുകെ പിടിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. If you're going to hold strong to what you believe that God would set a table in front of my enemies, he will definitely do so. ഇതാണ് ദാവീദ് ചെയ്തത്. And that's what David did. സ്വന്തം ഗ്രാമമാണ് ചാരമായി കിടക്കുന്നത്. It is his own hometown which is in ashes now. കൂടെയുള്ളവരെല്ലാവരും അവനെതിരെ സംസാരിക്കാൻ തുടങ്ങി. And people around him started speaking against അവരുടെ him ബലം നഷ്ടപ്പെട്ടു, because all of their strength had അവരുടെ gone, ശേഷി നഷ്ടപ്പെട്ടു, and all of them completely lost അവർക്ക് their മുന്നോട്ട് strength. പോകാൻ വഴികളില്ല. They have no way to move on ഉണ്ടായിരുന്നെല്ലാം കള്ളന്മാർ പിടിച്ചുകൊണ്ടുപോയി. because whatever they had has been taken away. എന്നാൽ ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Now as you're hearing to me, my child, നിനക്കുള്ളതെല്ലാം ഈ അവസ്ഥയിലാണ് ഇന്ന് പകലുള്ളതെങ്കിൽ, now if you have everything caught up in the same situation like this, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ if you believe God would act on behalf of you, ആരുണ്ട് ഇവിടെ? അങ്ങനെയുള്ളവരെ ദൈവം നോക്കുന്നത്. God is looking for such people. ഭയങ്കര ആരാധനയും പ്രാർത്ഥനയൊക്കെ, പക്ഷേ ഈ ഇങ്ങനെ ഒരു അളവിലുള്ള ഒരു വിശ്വാസമില്ലെങ്കിൽ, When even though you worship and sing song, but if you don't have a faith of this മരണം വരെ level, പാടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. now you may be singing even till your എന്നാൽ death. നിന്റെ ജീവിതത്തിൽ ചില ഉയർച്ചകളും അനുഗ്രഹങ്ങളും വന്ന് കയറണമെങ്കിൽ, If you want to have some exaltations and some upgrades in your life, അഗോചരമായി ഇത് എനിക്ക് വേണ്ടി വെളിപ്പെടുത്തി തരാമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? because God had said he will reveal certain things especially for you. ഇരുമ്പോടാമ്പലുകളെ മുറിക്കാമെന്നല്ലേ പറഞ്ഞത്? He told that he is going to break open the strong doors for പറയുക you. മാത്രമല്ല, കാരാഗൃഹത്തിനകത്തുനിന്ന് ഒരുത്തനെ പുറത്തു കൊണ്ടുവന്ന് ഞാൻ കാണിച്ചവനാ. And he's not the one who said, but he just did it by demonstrating it. ആദിമ for us. സഭയിൽ ആ വിധത്തിൽ വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു. And in the early church there were people who believed in such അതുകൊണ്ട് things, തന്നെ അവർക്ക് വേണ്ടി ദൈവം ആ അളവിൽ ചെയ്തു. because that is the reason God was able to demonstrate it according to the ദാവീദ് level of അങ്ങനെ faith. വിശ്വസിക്കാൻ കാരണമുണ്ട്. David was able to believe that because he has a reason. എന്റെ കുടുംബത്തിനകത്ത് നിന്ന് എന്നെ ഒറ്റപ്പെടുത്തി നിർത്തിയവനാ, Because he has been set aside from all his പക്ഷേ ഈ family. അളവിൽ എന്നെ കൊണ്ടുവന്നൊരു ദൈവം എനിക്കുണ്ട്. But there was a God who has made me come up to this level. ഇവിടം വരെ എത്തിച്ച ഒരു ദൈവം എനിക്കുണ്ട്. There's a God who made me reach up to this point. ആ ദൈവത്തിൽ അവൻ ധൈര്യപ്പെട്ടു. And in that God is where he was saying ദൈവത്തിൽ encouraged. ധൈര്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവ ദൈവത്തെ വിശ്വസിച്ചു. Then to that God is what he had his faith upon. ഈ പിടിച്ചുകൊണ്ടുപോയതെല്ലാം തിരിച്ചു തരാൻ എന്റെ ദൈവത്തിന് സാധിക്കുമെന്ന്. He knew that this God who has captured all this is ready to pay back ഇന്ന് what പകൽ is ദൂത് lost. പറയാം, അപഹരിക്കപ്പെട്ടതിനെ, പിശാച് അപഹരിച്ചു കൊണ്ടുപോയതിനെ, പിശാച് നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് ദൈവാത്മാവ് പറയുന്ന വിശ്വാസത്തിന്റെ അളവിൽ നീ കയറിയാൽ അപഹരിക്കപ്പെട്ട് നിന്റെ പോക്കറ്റിൽ കയറും. Whatever the Satan has captured and taken away from you, Holy Spirit is going to repay it to you. If you believe ഹല്ലേലൂയ. it. അപഹരിക്കപ്പെട്ടത് നിന്റെ പോക്കറ്റിൽ കയറുമെന്ന്. ശത്രുവിന്റെ പോക്കറ്റിൽ ഇരിക്കുന്നതിനെ നിന്റെ പോക്കറ്റിൽ കൊണ്ടുവരുവാൻ
Whatever ദൈവം ഒരു ആയുധം നിനക്ക് പരിചയപ്പെടുത്തി തരികയാ. ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പേരോടുള്ള ദൈവത്തിന്റെ ദൂതായുധ. this is a prophecy that God is telling to ഓൺലൈൻ most of you സർവീസിൽ here. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാണാൻ പോകുന്നവരുമായ അനേകരോടുള്ള പരിശുദ്ധാത്മാവിന്റെ ദൂതായുധ. ശത്രുവിന്റെ പോക്കറ്റിനകത്തിരിക്കുന്നത് നിന്റെ പോക്കറ്റിൽ കയറുവാൻ ദൈവത്തിന് സീസൺ ആയത്. This is a season where God is going to take away what is there from Satan and give it back to you. എത്ര വിശ്വസിക്കുന്നുണ്ട്? How many of you believing it? അപഹരിക്കപ്പെട്ടു പോയതിനെ പിന്മാറ്റത്തിൽ കൊണ്ടുപോയതിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ കൽപ്പിക്കുന്നു, ഇതിനകത്ത് മടങ്ങി വരുവാൻ. What has been captured from you is going to ദൈവ return back to you. ദൂതന്മാരെ ഞാൻ പറഞ്ഞു വിടുകയാ. I'm sending angels for that. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. Let it happen in the name of Jesus. ഇത്രയും നാള് പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തത് ഇന്ന് സംഭവിക്കുമോ? എപ്പോൾ ദൈവം പറയുന്നു അപ്പോൾ സംഭവിക്കും. When God says it is going to happen that way. ഒരു നാളുകളായിട്ടായിരിക്കും നീ പ്രാർത്ഥിക്കുന്നത്. അത് നിന്റെ മേലുള്ള ദൈവത്തിന്റെ മിഷനാ. നീ പ്രാർത്ഥിച്ചേ പറ്റൂ. Now you will be praying for so many things for so long time, but എന്നാൽ still it ഇത് happen. ദൈവത്തിന് സമയമായത്. But this is a moment of God. നിന്റെ വിളവ് ആരുടെയെങ്കിലും പോക്കറ്റിലുണ്ടെങ്കിൽ സ്വർഗം പറയുകയാണ്, ഇത് അവന്റെ പോക്കറ്റിൽ ഇരിക്കാനുള്ളതല്ല. നിന്റെ വിളവിനെ അവൻ എടുക്കേണ്ടത് നീ തന്നെയാണ്. അത് നിന്റെ പോക്കറ്റിൽ കയറാൻ സമയമായി. If your harvest has been kept in someone else's pocket, it is meant to be yours, so he is going to bring it to you. നിന്റെ വീട്ടിൽ വന്ന് കയറും. It would ഞാൻ definitely come ആത്മാവിൽ looking കാണുകയും into നിന്റെ you. വീട്ടിൽ വന്ന് കയറും. Your harvest will come into your own hands. ഒരാള് പോലും അറിയാതെ നിന്റെ വീട്ടിൽ കയറും. Now, with no one's knowledge, it's going to come to you. ദൂത് പറയുമ്പോൾ തിരുവെഴുത്തിനകത്തുള്ള ഒരു ആശയമുണ്ട്. ആ ദൂതിനെ നമ്മൾ പിടിക്കണം, ആ ദൂതിനെ നമ്മൾ സ്വീകരിക്കണം. When you hear a prophecy, you'll have to grab it on as per the scripture and സ്വീകരിക്കുക എന്നതിനേക്കാൾ പിടിക്കാൻ ഇന്ന് പകൽ നിങ്ങൾ തയ്യാറായാൽ, before receiving it, be ready to grab it up for you. ഒന്നും കൂടെ ആവർത്തിച്ച ദൂത് ഞാൻ വിടാൻ പോകുകയാ. അവന്റെ പോക്കറ്റിൽ ഇരിക്കുന്നതിനെ ദൈവം നിന്റെ കരങ്ങളിൽ കൊണ്ടുവന്ന് തരും. What was kept in the other one's pocket, God is going to snatch it and bring it back to you. തല ഉയർത്താൻ പറഞ്ഞ് തല ഉയർത്തിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വേദപുസ്തകം പറയുന്ന ഒരു പ്രൊഫറ്റിക് സന്ദേശമാണ് ഞാൻ പറയുന്നത്. തല ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് ജയത്തിന്റെ അടയാളമാ. Lifting up your head is like declaring victory. അത് ജയത്തിന്റെ അടയാളമാ. It is a symbol of victory. യുദ്ധത്തിന് പോകുന്നവൻ ജയത്തോടെ വരുന്നവൻ തല ഉയർത്തിയാ വരുന്നത്. The one who goes for battle comes back with victory when he lifts up his head. ഹല്ലേലൂയ. പേടിച്ചു പോയിട്ട് മെഡിക്കലി ഒരു റിപ്പോർട്ടിംഗ് എടുത്തു. നീ പ്രതീക്ഷിച്ചതുപോലെ ഒരു നല്ല റിസൾട്ട് വന്നാൽ അങ്ങോട്ട് തല കുനിച്ചു പോയവൻ തല ഉയർത്തി ഇങ്ങോട്ട് ഇറങ്ങി വരും. When you see what is expected has happened, you'll always lift up your head. അത് ജയത്തിന്റെ അടയാളമാ. Because it is a sign of victory. ദൈവസഭയ്ക്കകത്ത് ഇരുന്ന് ഏത് അടയാളം നമ്മൾ കാണിച്ചാലും അതിനകത്ത് ദൈവത്തിന്റെ മുദ്രയുണ്ടാകും. Now in God's presence, whatever sign you show, there's going to be God's seal on it. ഹല്ലേലൂയ. എനിക്ക് ആരെ സുഖിപ്പിക്കുന്ന ജോലി എന്റെ അല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തല ഉയർത്താൻ പറയുമ്പോൾ, ഒരു ഓട്ടർ കോൾ കേൾക്കുമ്പോൾ തല ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താലുണ്ടല്ലോ, നിന്റെ തല ഉയർന്നിരിക്കും. Now when I tell you to lift your head, as you lift your head, it's going to be stays that way because you're doing a prophetic act. ഈ കർത്താവ് പറഞ്ഞില്ലേ അവന്റെ പോക്കറ്റിൽ കിടക്കുന്നതിന് നിന്റെ പോക്കറ്റിൽ കയറുമെന്ന്? When God said he's going to take away from what was taken away from you back, he's going to അതാണ് ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ദാവീദിന്റെ പോക്കറ്റിൽ കിടന്നതിനെ അവൻ കൊണ്ടുപോയപ്പോൾ സ്വർഗം അവനോട് പറയുക, നീ പോയിക്കോടാ, നീ അപഹരിച്ചതെല്ലാം തിരിച്ചു കൊണ്ടുവരും. When David has lost what belongs to him, the heaven told him that you go and bring it back to you. നിന്റെ വീട്ടിൽ ഇരിക്കേണ്ടത്, what was meant to be in your home, ഇന്നത്തെ പ്രധാനപ്പെട്ട ദൂത് ശത്രുവിന്റെ വീട്ടിൽ ഇരിക്കത്തില്ല. what is meant to be in your home can't be in an enemy's home. ശത്രുവിന്റെ കരങ്ങൾ ഇരിക്കത്തില്ല. It can't be held up in the hand of an enemy. ദൂത് വിടുകയാ, അത് നിന്റെ കരങ്ങളിൽ ഇരിക്കും. Now it is, I'm telling you, prophesying, വായി തുറന്ന് പറഞ്ഞ് എന്റെ കൈകളിൽ ഇരിക്കും. It will be mine. Will be yours. എല്ലാ അനുഗ്രഹങ്ങളും പുറപ്പെടുന്നത് വിശ്വാസത്താലാണ്. All the miracles have been occurring only because of faith. വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് ദൈവവചനമാണ്. The foundation of faith is on the God scripture. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, in Acts chapter 14 verse 8 to 10, പൗലോസ് ഇങ്ങനെ സംസാരിക്കുക. Paul is talking in this way. ദൈവവചനം, എല്ലാവരും ഇവിടെ നോക്കിക്കേ, ദൈവവചനം പൗലോസ് സംസാരിക്കുക. Paul is preaching the word of God. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ ഈ അമ്മയുടെ ഉദരം മുതൽ കാലിന് ശേഷിയില്ലാത്ത മുടന്തനായൊരു മനുഷ്യൻ അവിടെ ഇരിക്കുക. Lystra, a disabled man, he was crippled from his mother's womb. ജീവിതത്തിൽ ഒരിക്കലും അവൻ നടന്നിട്ടില്ല. He has never stepped, he has never walked in his life.
അവൻ നടക്കാതിരിക്കാനുള്ള കാരണം കാലിന് ശക്തിയില്ല. He couldn't walk because he had no strength on his legs. പക്ഷെ ഇവൻ പുരുഷനാ. But he's a man. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കുറേ ആമേൻ പുരുഷനാകണമെങ്കിൽ ഇത്ര പ്രായം കഴിയണമെങ്കിലോ അത്രയും വർഷമായിട്ട് കാലിന് ശേഷിയില്ലാതെ ഇവൻ വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുക. Even though he is addressed as a man, so till this age he had to be suffering with this problem. എന്നാൽ അടുത്ത വാക്യത്തില് But the next verse, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. പൗലോസ് സംസാരിക്കുന്നത് അവൻ കേട്ടില്ലെന്നല്ല, അവൻ കേട്ടു. this man heard what Paul was speaking. അപ്പോൾ അവനിൽ ഒരു മാറ്റം നടക്കുക. At that point, he was able to have some changes in him. പൗലോസ് സംസാരിക്കുന്നത് അവൻ കേട്ടു. He was hearing to what Paul was speaking. വളരെ ചെറിയ വാക്കാണ്, അതിനകത്ത് ഒരു തിയോളജി ഇല്ല. Now we may think it's just a small word and there's nothing so great about it. പൗലോസ് സംസാരിക്കുന്നത് അവൻ കേട്ടു. This man heard what Paul spoke. കേട്ടപ്പോൾ As he അവൻ was എന്ത് hearing, തോന്നി? what happened to him? അവൻ അവനെ ഉറ്റുനോക്കി. Paul looked intently at him. ഈ കേട്ട കാര്യം As he was hearing it, അവനെ ഉറ്റുനോക്കാൻ പാകത്തിന് he was able to look at him എന്തോ ഇവനിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. because as he was hearing, Paul was able to notice a change, and that is why Hello. Paul looked at him intently. അമ്മയുടെ ഉദരം മുതൽ പുരുഷനാകുന്ന പ്രായം വരെ സ്തോത്രം ഇവന് ആമേൻ ഇങ്ങനെ ഒരു ഭാവവ്യത്യാസം ഉണ്ടായിട്ടില്ല. From the time he has been born from his mother's womb till the point here, he has not got എന്നാൽ any ഒരൊറ്റ changes. സെക്കൻഡ് കൊണ്ട് ഭാവവ്യത്യാസം ഉണ്ടായി. But at one point, he was able to have some changes in him. അങ്ങനെ ചിലതിന് പരിശുദ്ധാത്മാവിന് ചെയ്യാൻ കഴിയത്തില്ലേ? Don't you think God is not capable of doing such things for പുരുഷനാകുന്ന us? പ്രായം വരെ ഒരു മാറ്റവും സംഭവിക്കാതിരിക്കും. രൂപങ്ങളോ ഭാവങ്ങളോ വ്യത്യാസങ്ങളിൽ വരാതിരിക്കേ ഒരൊറ്റ സെക്കൻഡിൽ പൗലോസിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഒരു ചെറിയ വാക്ക് കേട്ടപ്പോൾ അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിക്കുകയാ. Even though he had no changes or no differences in his body until the point, but when Paul was speaking, Paul was able to notice something different in him. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, What Holy Spirit wants to tell you today, കുറേ വർഷങ്ങളായിട്ട് മാറ്റങ്ങൾ സംഭവിക്കാത്തത്, certain years there has been no change on something. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ As you're hearing the scripture, അതുകൊണ്ട് എന്താണ് കേൾക്കുന്നത് നീ മര്യാദയ്ക്ക് കേൾക്കണം. so whatever you're hearing, pay attention to it. എന്താണ് ദൈവം സംസാരിക്കുന്നത് കേട്ടാൽ As you hear to what God is telling you, നിന്റെ ജീവിതമാകെ മാറുമെന്ന് your life is going to be changed. ദൈവം നിന്നോട് പറയും, നിന്റെ കുടുംബത്തോട് പറച്ചിലയക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, I'm telling you what God wants to tell to you and to your family. നിന്റെ തലമുറയോടുള്ള കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, I'm telling you what God is going to do for your നിന്റെ generation. ആയുസ്സിനോടുള്ള ദൂതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, I'm telling you what you have to do for your entire life. നിന്റെ ദേശത്തോടുള്ള കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I'm telling you about what you have to do for your country and ഇത്രയും nation. കാലം മാറ്റങ്ങൾ സംഭവിക്കാത്തത് Why things haven't changed for so long. എനിക്ക് മനസ്സിലാകാൻ ഒരു കുഞ്ഞു പദമാണ് ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ഇടപെടുന്നുകൊണ്ട് പറയുകയാണ്, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. കമൻ പ്രസംഗം കഴിഞ്ഞിട്ടില്ല, അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. I'm telling this again and again. As the man was hearing to what Paul was speaking, ഇവൻ പൗലോസിനെ ഉറ്റുനോക്കുകയാ. Paul was looking at him very intently. കാലിന് ശേഷിയില്ലാത്ത ആമേൻ ഈ ആമേൻ ഇവൻ കേട്ടത് സ്തോത്രം ഇല്ലാത്തവയെ ഉള്ളവയെ പോലെ വിളിക്കാൻ പ്രാപ്തിയുള്ള ഒരു ശബ്ദത്തെക്കാൾ ഉപരി ഒരു വ്യക്തിയെ കുറിച്ച് അവൻ കേട്ടത്. He was able, as he was hearing, he was able to see something which was hoping for as evidence of what he has not seen is happening in him. അവൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. As he was hearing it, he was having some changes. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. As you're hearing the same time, you're going to be having changes in നിന്റെ your body. സാഹചര്യത്തിന് മേൽ മാറ്റങ്ങൾ സംഭവിക്കും. There's going to be some changes in your situation. ദൈവവചനത്തിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആര് തയ്യാറാകും? Are you ready to take the challenges of scripture? ഇന്ന് ആരംഭത്തിൽ സാക്ഷ്യം കേട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു ദൂത് പറഞ്ഞു വിട്ടതാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ മറുപടിയാമേ വന്നപ്പോൾ അതിന്റെ മറുപടിയുമായിട്ടാണ് സ്വർഗം കൊണ്ടുവന്നത്. As you come here today, God would bring you the answer also for what you're വചനം looking for. അതിവേഗം ഓടും. The scripture can travel so long. വചനം ഇടപെടും. The scripture can speak to വചനത്തിന് you. ബന്ധനമില്ല The scripture has no bondages. എന്ന് പറഞ്ഞാൽ കയറി ചെല്ലാൻ കഴിയാത്ത ഒരിടവുമില്ല ഈ വചനത്തിന്. There is no space that the scripture cannot move ഹല്ലേലൂയ. in. കയറി ചെല്ലാൻ കഴിയാത്ത ഈ വചനത്തെ അടച്ചു വെക്കാൻ കഴിയുന്ന ഒരു വാതിലില്ല.
There is no door which can shut the നിങ്ങൾ scripture എന്റെ കൂടെ can ഇല്ലല്ലോ, travel നിങ്ങൾ in. എന്റെ കൂടെ ഇല്ലല്ലോ. ഈ വചനത്തെ അടച്ചു വെക്കാൻ കഴിയുന്ന ഒരു വാതിൽ ഉലകത്തിൽ ഇന്നു വരെ ആമേൻ ഒരാശാരിയും കണ്ടുപിടിച്ചിട്ടില്ല. There is no door which can lock up the scripture inside. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് അടച്ചിട്ട മേഘമേൻ റൂമിനകത്തും ഈ വചനം കയറി ചെല്ലും. Even if it is such a locked room, the ഏത് scripture can ഓടാമ്പലുകൾ enter ഈ in. വചനം തകർക്കോ. Whatever deeper prison it might be, the ഏത് scripture can get in. പാറക്കെട്ടുകളെയും ഈ വചനം തകർക്കോ. This scripture is capable of യേശുവിൻ breaking down the നാമത്തിൽ sins. കുടുംബങ്ങളുടെ മേൽ സ്വാതന്ത്ര്യത്തെ ഞാൻ വിളിച്ചു വരുത്തുകയാണ്. വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഉറ്റുനോക്കി പൗലൂസിന് മനസ്സിലായി, ദൈവത്തിന് സ്തോത്രം, ഇവന് നിവർന്നു നിൽക്കാൻ ഹല്ലേലൂയ സാധ്യത ഇവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. As Paul was intently looking at him and perceived that he has got something in him, ഇവന് നിവരാൻ സമയമായി എന്ന സാധ്യത he knew that is the time that this man is going to raise up. അവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. He knew that this ഇന്ന് പകൽ ഈ opportunity is ദൂത there. ഇവിടെ പറയുന്നതിന് കാര്യം എന്നറിയാമോ? അതിന്റെ സാധ്യത നിന്നെ നിവർത്താൻ. There is a possibility that where God can raise you up. ഏത് വിഷയത്തിലാണോ നീ തലകുനിച്ചിരിക്കുന്നത്, At whatever point that you have put your head ആ down on, വിഷയത്തിൽ നിന്നെ തല ഉയർത്തി നിർത്തുവാൻ to lift your head up at that specific concern, ഒരൊറ്റ വചനം മതി. one single word is enough. ആ വചനം നീ കേട്ടാൽ, As you hear that word, സ്തോത്രം, അവൻ എഴുന്നേറ്റ് പോയി. ഒറ്റ വാക്കി പറഞ്ഞാൽ and then he was able to stand up. മറ്റൊരു കാര്യം കൂടെ പറയാം. And let me tell you one more thing. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് In Luke chapter 4 verse 4 and 5, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ശീമോൻ പത്രോസിന്റെ വലയ്ക്കകത്ത് ഒന്നും കയറിയില്ല. even though he has been working for the whole night, he couldn't get anything more. അവിടെ എന്താ സംഭവിച്ചത്? സംസാരിച്ചു വചനം ആമേൻ. ഈ ഒന്നാമത്തെ തെളിവിൽ പൗലോസ് ലീഗ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സംസാരിച്ചു തീർന്നപ്പോൾ In Luke chapter 5, we can see like as അവൻ he just finished the ശീമോനോട്, word, he looked at Simon the Peter. യേശു നടന്ന് ക്ഷീണിച്ചിരിക്കാൻ ഒരിടം കണ്ടപ്പോൾ അവന്റെ പടകിൽ കയറിയെന്നല്ല അതിന്റെ അർത്ഥം. It was not that Jesus wanted to just sit on his boat. പത്രോസേ, നിന്റെ ഒഴിഞ്ഞ വലയെ നിറയ്ക്കാൻ ഞാൻ സംസാരിക്കണം. And so Jesus was telling him that if you want to fill up your boat, I'll have to talk. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ പുരുഷ, നീ നിവർന്നു നിൽക്കണമെങ്കിൽ ഞാൻ സംസാരിക്കണം. And so that is what has happened, that if you want someone to raise up, then he has to speak. യോഗത്തിന് വിളിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലായോ? ഹല്ലേലൂയ. സംസാരിച്ചപ്പോൾ അവൻ നിവർന്നു നിന്നു. And so we can understand that when Paul was speaking, he was able സംസാരിച്ചു to raise up. തീർന്നപ്പോൾ And after he has finished speaking in Luke അവൻ chapter 5, ശീമോൻ പത്രോസിനോട് പറയുകയാ, he told to Simon, മീൻ പിടുത്തത്തിന് വല ഇറക്കുവിൻ. let down your nets for a catch. അവൻ വല ഇറക്കി, And he also let it വല down. നിറഞ്ഞു. And he was able to fill it in. സംസാരിച്ചാൽ നിറവ് വരും. And when you speak, there's going to be fullness too. സംസാരിച്ചാൽ നിറവ് വരുമെന്ന് When you speak, there's going to be fullness of what you expect. ഒരു കാര്യം കൂടെ പറയാം. പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് സംസാരിച്ചെന്ന്. Philip was traveling to the Samaria and he was talking to the people there. ആ പട്ടണത്തിൽ ചെന്ന് അവൻ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു. As he went to the town, he was preaching about Jesus. അവൻ പറയുന്നത്, അവൻ സംസാരിക്കുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. And as he was talking, there were people who were paying attention to what he ഏക മനസ്സോടെ അവൻ one എന്താണ് heart. സംസാരിക്കുന്നത്? whatever he was saying. അവിടെ അവൻ സംസാരിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. As he was speaking, there was miracles happening. അശുദ്ധാത്മാക്കൾ പുറത്തു പോകുന്നു. The evil spirit has been leaving people. ദുഷ്ടശക്തികൾ വിട്ടുപോകുന്നു. All the evil things have been leaving people out. ഇത് കണ്ടപ്പോൾ As he was witnessing ഏക that, മനസ്സോടെ അവൻ അവരെ ശ്രദ്ധിച്ചു. he was able to pay attention towards them. ഹല്ലേലൂയ. അപ്പോൾ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? രോഗികൾ സൗഖ്യമാകും. And so when you speak, what happens? You can see സൗഖ്യം miracles വേണോ? happening. സംസാരിക്കുന്നത് കേൾക്കണം. If you want healing, then you'll have to listen to the word. വിടുതൽ വേണോ? സംസാരിക്കുന്നത് കേൾക്കണം. If you want deliverance, you have to listen to the word. ഒരു മുന്നേറ്റം, ആത്മീക മുന്നേറ്റം വേണോ? സംസാരിക്കും നിങ്ങൾ കേൾക്കണം. If you are looking for a spiritual upgrade, then you'll have to definitely പൗലോസ് listen to the word. സംസാരിച്ചു, മുടന്തൻ ചാടി എഴുന്നേറ്റു. As Paul spoke, the limped man, the crippled man യേശു was able to walk. സംസാരിച്ചു, പത്രോസിന്റെ വല നിറഞ്ഞു. When Jesus spoke, this boat was filled. ഫിലിപ്പോസ് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു, അശുദ്ധ ആത്മാക്കൾ ഇളകി. As Philip was speaking, we can see the unclean spirits രോഗികൾ leaving, സൗഖ്യമായി. and all the sick people got healed. ദൈവപ്രവൃത്തികൾ നടന്നു. God's miracles were happening എവിടെ there. വചനം പ്രസ്താവിക്കുന്നോ അവിടെ ദൈവപ്രവൃത്തികളാണ്. Wherever
wherever the scripture is working, there we can see the works of God ആ too. വചനത്തെ വിശ്വാസത്തോടെ നാം സ്വീകരിക്കണം. And you will have to receive that word with faith. വിശ്വാസത്തോടെ ആ വചനത്തെ നാം പിടിക്കണം. You have to take it on with faith. വചനം കേൾക്കണമെന്നല്ല ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത്, വചനത്തെ പിടിക്കണം. It is in Greek, it is meant like not as hearing it, you'll have to take it in. ഈ ടവൽ ഞാനിപ്പോ പിടിച്ചിരിക്കും, ഇതുപോലെ വചനത്തെ നിങ്ങൾ പിടിക്കണം. Just like how I'm holding in something in my hand, you have to എല്ലാവരും hold the വചനത്തെ word. പിടിച്ചാൽ As you hold on to the word, ആ വചനത്തിൽ പറയുന്നത് പോലെ നമ്മളായി തീരും. you will turn into the way what the scripture says so. അതിനുവേണ്ടിയാ കർത്താവ് ഇതിനകത്ത് കൊണ്ടുവന്നത്. And that is the reason ഇവിടെ God has 15 brought വർഷം you ഇത് in കേട്ടിട്ട് here. നിനക്ക് ഒരു സ്വഭാവത്തിന് വ്യത്യാസം ഇല്ലെങ്കിലോ, Now in spite of hearing all this and there's no change in നിന്റെ yourself, വർത്തമാനത്തിന് വ്യത്യാസമില്ലെങ്കിലോ, the way that you speak has not changed നിന്റെ yet, നോട്ട ശരിയല്ലെങ്കിലോ, the way you look at things has not changed yet, ഇവിടെ നോക്ക്, ഇതുവരെ നീ സംസാരം കേട്ടിട്ടില്ല. that means you have not heard the real thing. എന്നാൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞിട്ടല്ല മാറ്റമുണ്ടായത്, അപ്പോൾ തന്നെ മാറ്റമുണ്ടായി. When they were hearing to the word, the change does not happen after a long time, it happens spontaneously. അതുകൊണ്ട് And so that's why. വചനത്തിലൂടെ ഉറച്ചൊരു വിശ്വാസം നിന്റെ മേൽ ഉണ്ടാകണമെങ്കിൽ And if you want to have a stronger, deeper faith on this word, ഒന്നാമത്തെ കാര്യം, the first thing, നമ്മുടെ ചുറ്റുപാടുകളിൽ whatever happens around you, വിശ്വാസത്തെ നിങ്ങൾ നിർമ്മിക്കണം. you will have to start pouring in the faith. ഡാം നിർമ്മിച്ചാൽ വെള്ളം ശേഖരിച്ചു നിർത്താം. Now how does we save the water? By ഇതുപോലെ having the നിങ്ങളുടെ dam in. ചുറ്റുപാടുകളിൽ നിങ്ങൾ വചനത്തെ ആമേൻ വിശ്വാസം നിങ്ങളിൽ ശക്തിപ്പെടുവാൻ, ശക്തമായൊരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ വിശ്വാസത്തെ നിങ്ങൾ നിർമ്മിക്കുക. You will have to cultivate faith around you and let it grow around you. അവിശ്വാസം പറയുന്നവരുടെ ഇടയിൽ പോയി ഇരിക്കരുത്. You don't have to go among the people who speak which is അതുകൊണ്ടാണ് ഈ not 1-ാം faith. സങ്കീർത്തനത്തിൽ പറയുന്നത് ഇന്ന ആൾക്കാരുടെ ഇടയിൽ പോയി നീ ഇരിക്കരുതെന്ന്. And that is why Psalms 1 says you do not go and sit among അവർക്ക് the people, അവിശ്വാസത്തെ കുറിച്ച് പറയാനുണ്ടാകത്തുള്ളൂ. because they have only things to talk about which is അവർക്ക് not of faith. മരണത്തെ കുറിച്ച് പറയാനുണ്ടാകത്തുള്ളൂ. They'll talk only about death, അവർക്ക് തകർച്ചകളെ കുറിച്ച് പറയാനുണ്ടാകത്തുള്ളൂ. because they have to talk only about ലോകം destruction. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നേ പറയാനുണ്ടാകത്തുള്ളൂ. They keep telling the world is of this and that, ഇന്ന് കേരളം മുഴുവൻ അങ്ങനെയാണെന്നേ പറയാനുണ്ടാകത്തുള്ളൂ. and whenever they say, they keep saying something ഇന്ന് about it. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കേരളത്തെ തിരിച്ചുപിടിക്കാൻ ആ സഭ ആമേൻ കേരളത്തിലുള്ളതെന്ന് ഇന്ന് പകൽ പരിശുദ്ധയാത്മാവിൽ സഭയെ നോക്കി ആത്മാവ് ഞാൻ പ്രവചിക്കാം. കേരളം തീർന്നുവെന്ന് പറയാനല്ല, കേരളത്തിന് വലിയ മാറ്റം വരാൻ പോകുന്നുവെന്ന് പറയാൻ ആ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. God has appointed us so that we could bring changes and transformation into the place where we are. ഡ്രഗ്സ് അടിച്ച് കിറങ്ങി നടക്കുന്നമാരല്ല റാഫ ഗ്ലോബൽ വർഷിപ്പ് സെമിനാറിൽ വന്നിരിക്കും. ഹല്ലേലൂയ. കഞ്ചാവ് പോക്കറ്റ് തിരികെ നടക്കുന്നവന്മാരെല്ലാം ഇവിടെ കൊണ്ടുവന്ന ആ പരിശുദ്ധാത്മാവിനെ ലഹരിയുള്ളവരാക്കി നമ്മൾ മാറ്റിയെടുക്കും. People who are addicted to something else, we would bring them to church and get them addicted to God. ഹല്ലേലൂയ. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകം നമ്മുടെ അകത്തുണ്ട്. We have an anointing which can turn the world upside down. പഞ്ചാബിലാണ് ഇന്ന് ഏറ്റവും വലിയ ഉണർവ് നടക്കുന്നത്. There's a greater revival happening in Punjab. ലക്ഷങ്ങളാണ് ഓരോ ആരാധനയിൽ കൂടി വരുന്നത്. And for each worship there's going to be എന്നാൽ lakhs of people മുൻപത്തെ gathering. പഞ്ചാബിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഏറ്റവും അധികം ഡ്രഗ്സിനാൽ പിടിക്കപ്പെട്ടവരുടെ ശതമാനം ഏറ്റവും അധികം കൂടുതലുണ്ടായിരുന്ന ഇന്ത്യയിൽ ഏക സ്റ്റേറ്റ് പഞ്ചാബായിരുന്നു. ആ പഞ്ചാബിനെ ദൈവം തിരിച്ചു പിടിച്ചു. Punjab was a place where they had to sell lots of drugs, and today God has restored it back. ദൈവം ജീവിക്കുന്നു. God is alive. യേശു ജീവിക്കുന്നു. Jesus is alive. സ്വർഗത്തിൽ ഇരുന്നല്ല ജീവിക്കുന്നു, നിന്റെ ഉള്ളിലിരുന്ന് ജീവിക്കുന്നു. നീ പോയി നിൽക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിലും ഒരു ഡ്രഗ്സ് ഉള്ളവന് നിൽക്കത്തില്ല. Wherever you go, there might be anyone who നിന്റെ carries such കാൽച്ചുവട്ടി things. വീഴും. They will come and falling near you. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഞാൻ ആത്മാവിൽ പറയും, നിങ്ങൾ പോകുന്ന സ്കൂളുകളിലോ ക്യാമ്പസുകളിലോ ഒരു ലഹരിയും കയറത്തില്ല. നീ അഭിഷേകത്താൽ പോയിക്കോണം. When you go to the campus or your school with anointing, there is nothing which can stop you from there. അല്ല ഞായറാഴ്ച ഇവിടെ വന്ന് തിങ്കളാഴ്ച ആകുമ്പോൾ അവന്മാരെ പോലെ ആകാൻ അല്ല ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. God has not anointed you so that you come here on Sunday and then you turn like others on Monday. ചിലർക്ക് ധാരണയുണ്ട് സഭ എന്ന് പറഞ്ഞ രോഗം കഷ്ടം വരുമ്പോൾ മാത്രം ഓടി വന്ന് പ്രാർത്ഥിക്കാനുണ്ട്. നിനക്ക് തെറ്റുപറ്റി, അതല്ല സഭ എന്ന് പറയുന്നത്. Church is not meant like only when you have problems. ദേശത്തെ തിരിച്ചു പിടിക്കാൻ പോകുക സഭ. The church is going to take back the nation. പട്ടണങ്ങളെ പിടിക്കാൻ പോകുക സഭ. The church is going to capture the cities and towns. ഉണർവിനായി ഒരുങ്ങിക്കോ. Get ready for the revival. വലിയ ഉണർവിനായി ഒരുങ്ങിക്കോ. Be ready for the revival. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടണത്തിൽ ശുശ്രൂഷയ്ക്കായി പോയി അവിടെ കിടന്ന് ഒരു രാത്രി ഉറങ്ങുമ്പോൾ വെളുപ്പിന് 2:30 ആയപ്പോൾ As I was there in another city ministering, and when I wake up early in the morning at 2 o'clock, ലോകത്തിൽ വലിയൊരു ഉണർവിന് ദൈവം മുൻപന്തിയിൽ നിർത്തിയ ഒരു ദൈവമനുഷ്യൻ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മുറിക്കകത്ത് വന്നു. there was a man who was there who has been awakening the earth with the world with the power has come to my room that day. ഞാൻ ഞെട്ടി ഉണർന്നു.
I woke up from my sleep. ദൈവനോട് സംസാരിക്കാൻ തുടങ്ങി. As God was speaking to ആ me, മനുഷ്യന്റെ കാലഘട്ടത്തിൽ ആ പട്ടണത്തിൽ നടന്നു പോലൊരു ഉണർവ് നിന്റെ സഭയ്ക്കകത്തും നീ പാർക്കുന്ന പട്ടണത്തിലും ഞാൻ അയക്കാൻ പോവുകയാണെന്ന്. God promised me that just like what happened in those man's days, there's going to be greater awakening happening in your church and in your city. ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഞാൻ യാത്ര ചെയ്യുന്നു. പക്ഷെ ഇതുപോലെ എൻകൗണ്ടർ എന്റെ ആയുസ്സിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. Even though I have been traveling for so many years, but this encounter which I had was so special. അവിടെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക ഈ ചർച്ചിനകത്ത് വലിയ ഉണർവ് നടക്കുകയാണെന്ന്. As I was there seeing the same thing, I can see that revival happening. ദേശത്തെ മുഴുവനെയും മുക്കുന്ന ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി റാഫ ചർച്ചിനെ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുക. God is going to anoint the Rafa church so that they can fill the church. ആ ദൈവ മനുഷ്യന് ഉപയോഗിക്കപ്പെട്ട ഉണർവുണ്ടല്ലോ, ആ ഉണർവ് ഒരു പട്ടണത്തിനകത്തോ രാജ്യത്തിനകത്തോ ഒതുങ്ങി നിന്ന ഉണർവായിരുന്നില്ല. That revival which was used by that man was not stopped with just one nation or one place. ആ ഉണർവ് ലോകമെമ്പാടും അലയടിച്ചു. It has been shaking its waves into the entire earth. ലോകമെമ്പാടും ആ ഉണർവ്, ആ ഉണർവിന്റെ വേവ് ലോകമെമ്പാടും കത്തിപ്പടർന്നു. That waves of revival has been spreading upon to all the different parts of the world. അന്ന് രാത്രി സ്വർഗ്ഗം എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. And that night heaven told me something. വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിന് ഉണർവുണ്ടല്ലോ. The revival which is yet to be ഇതൊരു കൊച്ചു ഗ്രാമത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഉണർവായിരിക്കത്തില്ല. It's not going to be limited within a small village. ഭൂഖണ്ഡങ്ങളെ മുഴുവനെയും ചലിപ്പിക്കുന്ന ഒരു ഉണർവിന്. It is going to be a revival which shakes up the continents. നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം വിശ്വാസത്തെ നിങ്ങൾ നിർമ്മിച്ചെടുക്കണം. You will have to keep storing up faith around you in all your surroundings. എബ്രായ ലേഖനം 11:6 പറയുന്ന വചനം ഇങ്ങനെയാണ്: വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. In Hebrews chapter 11 we can see that without faith you can't please God. മനുഷ്യൻ വെള്ളത്തിൽ നീന്തിയും Even തുടങ്ങി ഏതെല്ലാം വിധത്തിലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. Even though man was trying diligently to please God in many ways, ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത തിരുവെഴുത്ത് പറയുകയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സ്തോത്രം നീ അവനെ വിശ്വസിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. in no other way that you can let God be pleased other than just showing your faith on 11:6 God. വായിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്, അങ്ങനെ ഒരു കഴിവ്, അങ്ങനെ ഒരു കപ്പാസിറ്റി ആരുടെ മേലുമില്ല. Because without faith it is impossible to please him. അടുത്ത വചനം, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. ഇന്ന് പകൽ എവിടെയാ വന്നത്? ഒരു പാസ്റ്ററുടെ അടുക്കൽ അല്ല വന്നത്, ദൈവത്തിന്റെ അടുക്കലാ വന്നത്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇന്ന് പകൽ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ ഈ ഹോൾ നിറഞ്ഞിരിക്കുന്ന അല്ല എന്റെ ഉറപ്പ്, എന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമാ. Whoever comes here looking for God is the one. So you are coming here to the church and I believe that you are there with God. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും, As you come to God, he must believe that he is. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നിശ്ചയമായും കൊടുക്കുന്നു എന്നും വിശ്വസിക്കണമെന്ന്. And that he believes that he is a rewarder of them that diligently who seeks him. നിന്റെ അടുക്ക ദൈവമുണ്ട്. Now remember you have God with you. ദൈവത്തെ അന്വേഷിക്കുന്നവന് പ്രതിഫലം. ഏത് വിഷയത്തിലാണോ അന്വേഷിക്കുന്നത് അതിന്റെ മേൽ ദൈവത്തിന് ഉത്തരമുണ്ടെന്ന്. So whatever concern you might be seeking him for, he is going to give you the answer that you're looking for. എന്ന് നിങ്ങൾ വിശ്വസിക്കണം. And that way you have to believe it. എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പിന്മാറ്റക്കാരുമായിട്ട് നിങ്ങളുടെ ആത്മീക അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കരുത്. അവരുമായിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കരുത്. You don't have to talk to people who are just gone, left their faith and left God. പിന്മാറ്റം എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല ഈ പറയുന്നത്. വിശ്വാസത്തിൽ മുൻപന്മാരല്ലാത്തവരെല്ലാം പിന്മാറ്റത്തിലുള്ളവരാ. Whoever has not stepped their foot in faith, they all that lacking faith. ദൈവവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസം പറയാത്തവനെല്ലാം പിന്മാറ്റത്തിലാ. If I'm going to tell you in scriptural way, whoever doesn't speak of faith or all in the backsliding category. വിശ്വാസം പറയുന്നവരുമായി നിങ്ങൾ സമയം ചെലവഴിച്ചേ. You will have to spend time with someone. നിങ്ങൾ അറിയാതെ ചിലത് വീടിനകത്ത് മുളച്ചു വരും. And without your knowledge you can see something more sprouting up in your family. രോഗം നിന്റെ ശരീരത്തിലുണ്ടോ? ഏതെങ്കിലും രോഗം വന്ന് ബലഹീനമായിട്ടോ അല്ല നീ സംസാരിക്കേണ്ടത്. രോഗം വന്ന് സൗഖ്യമായി വരും 100 കണക്കിന് ആൾക്കാരുണ്ടെന്നേ. You don't have to look at people like who have not just been healed, but look at people who have been അവരുമായിട്ട് സമയം ചെലവഴിക്ക്. Speak to someone who has healed from their health. അവരുമായിട്ട് നിങ്ങൾ സമയം ചെലവഴിച്ചേ. Spend time with such people. നിങ്ങൾ സൂപ്പർ നാച്ചുറലായി മാറും. You will turn into a supernatural being. സൂപ്പർ നാച്ചുറലായി പ്രസംഗിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നവരൊക്കെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് ഒരു പൈശാചിക പ്ലാറ്റ്ഫോം ഈ ഭൗമിക തലത്തിലുണ്ട്. Maybe the world says that nothing like that can happen.
അങ്ങനെയൊന്നും രോഗസൗഖ്യം ഇല്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല, നിനക്കില്ല, പക്ഷെ എനിക്കുണ്ട്. But the world says it is not like that, but you can tell maybe the world does not have, but I കാരണം have നീ it. വിശ്വസിക്കുന്നില്ല, നിനക്ക് വേറെ ഒരു കുഴപ്പവും ഇല്ല, പക്ഷെ നീ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. The only difference is because someone who says it doesn't have it does not have ഇപ്പോൾ faith. വായിച്ച വാക്യം But I അതല്ലേ, believe it. ദൈവത്തെ അന്വേഷിച്ച് അവന്റെ അടുക്കൽ വരുന്നവന് പ്രതിഫലമുണ്ടെന്നല്ലേ. Because the scripture says whoever seeks അതിന്റെ God will അർത്ഥം have the എന്താണ് reward. ആന്റി? അതിന്റെ അർത്ഥം സൗഖ്യമുണ്ടെന്നാണ്. So what does that mean? That means God will definitely give you healing. ദൈവത്തെ അന്വേഷിച്ച് ഏത് വിഷയത്തിലാണോ വരുന്നത്, സ്തോത്രം, അതിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. Whatever matter that you are seeking God for, He will ഈ definitely give you ദിവസങ്ങളിൽ the answer മറ്റൊരു to it. നാളുകളില്ലാത്ത പോലെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ജനം സൗഖ്യത്തിനായി വിടുതലിനായി വേണ്ടി ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ അധൈര്യപ്പെടണ്ട, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. When you come here looking God for something for your life, He is definitely going to give it to you. നിങ്ങളായിരിക്കുന്ന അന്തരീക്ഷം മുഴുവനും വിശ്വാസം കൊണ്ട് നിറയക്കണം. Your entire atmosphere, the realm you live in, അവിശ്വാസം fill it up പറയും with നിങ്ങളുടെ faith. വായെ അറസ്റ്റ് ചെയ്യുക ഇന്ന് പകല്. If your mouth is saying something which is not of faith, close it. അവിശ്വാസം പറയുന്നവരോട് കൂടെ ആമേൻ സമയം ചെലവഴിക്കാതെ വിശ്വാസം പറയുന്നവരുമായിട്ട് നീ സമയം ചെലവഴിക്ക്. Do not spend time with people who keep talking about the disbelief. ഈ രക്തസ്രവക്കാരി സ്ത്രീയോട് അടുക്കൽ ആര് എന്ന് പറഞ്ഞു കൊടുത്തത്? The lady with the bleeding, that anyone come and tell her, how is she supposed to say like that? അവളോട് ആരും പറഞ്ഞില്ല. No one told her, no one advised her what she need to 12 say. വർഷമില്ലാത്ത ഒരു പുതിയ ചരിത്രത്തിലേക്ക് അവൾ കയറുക. The 12 years of history which has never happened, she is entering in. ഏതെങ്കിലും ഡോക്ടറുടെ അടുക്കൽ പോയപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോയത്, ഇവന്റെ മരുന്ന് കൊണ്ട് ഞാൻ ശരിയാകുമെന്നാണ് പറഞ്ഞോ? ഇല്ല, അവൾ കൺഫസ് ചെയ്തിട്ടേ ഇല്ല. എന്നാൽ യേശുവിന്റെ അടുക്കൽ വരുന്ന വഴിക്ക് അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. Because on the way to approach Jesus, she kept on confessing, if I touch his robe, I am going to be healed. ഇതിന്റെ പേരാണ് വിശ്വാസത്തെ നിർമ്മിക്കുക. And that is what we say, that you build up your faith. അവളുടെ ജീവനെ അവൾ തന്നെയാണ് നിർമ്മിച്ചത്. And she was able to build up her life. നിങ്ങളുടെ അത്ഭുതം നിങ്ങളുടെ വായിക്കകത്തായിരിക്കുന്നത്. Your miracle is just in your own mouth. നിങ്ങൾ ഏത് അറ്റം വരെ പോകണമെന്ന് തീരുമാനിക്കും നിങ്ങളാ. To what end you wanted to go, that to the extent you അതിനു will വേണ്ടി set your mouth. കർത്താവ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. And that is why God has made you be born again. ഈ 2025 നിങ്ങൾ എന്തായി തീരുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാ. You will have to decide what is going to happen in 2025 in your life. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ അങ്ങനെ വചനം കിടപ്പുണ്ട്. ആമേൻ, നീ തീരുമാനിക്കുന്ന പോലെ തന്നെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യുമെന്ന്. We have it in the scripture saying in Job that whatever you decide, the same way God is going to let it happen to you. രക്തസ്രവക്കാരി സ്ത്രീ അവൻ പറഞ്ഞ ചരിത്രം നിങ്ങൾക്കറിയാം. അവിടെ വിട്ട് ഞാൻ പൗലോസിന്റെ കഥയിലേക്ക് കയറാൻ പോവാ. And now we can look at what happened in her life, and we can also look at കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ആമേൻ ഫിലിപ്പി ലേഖനം 4:10 അവൻ ഇങ്ങനെയാ പറഞ്ഞത്, അവൻ മുഖാന്തിരം സകലത്തിനും ഞാൻ മതിയായവനാ. And Philippians 4:10 he says that I have been fulfilled and I have got everything that I want in him. 13-ാമത്തെ വാക്യം. In verse 13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു. I can do all things through Christ who has strengthened me. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു രക്തസ്രവക്കാരി സ്ത്രീ മാത്രമല്ല വിശ്വാസ വാക്കുകൾ കൊണ്ട് വിശ്വാസത്തെ നിർമ്മിച്ചിട്ടുള്ളത്. It was not just one lady who had just spoken of faith and built it up by her faith. പൗലോസിന് പറയാനുള്ളത്, സിംഹക്കുഴിയിലാണെങ്കിലും What Paul says സിംഹത്തിന്റെ is, വായുടെ നടുവിലാണെങ്കിലും even if I had to be laid down on the mouth of a lion, കാരാഗൃഹമാണെങ്കിലും even if I have to be in the prison, അവിടെ എല്ലാം ഞാൻ വിശ്വാസത്തെ നിർമ്മിക്കും. I am going to be building up and establishing my faith. നിങ്ങളുടെ സൗഖ്യത്തെ നിർമ്മിക്കാനല്ലേ പറയുന്നത്. It is not about that you build നിങ്ങളുടെ up on your healing. പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർമ്മിക്കാനല്ല പറയുന്നത്. Not that you search for problem മനസ്സിലാകുന്നുണ്ടോ? ഞാൻ solutions. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Are you able to വിശ്വാസത്തെ follow me? നിർമ്മിക്കുക. You will have to keep building up your faith എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം through Christ who gives me ഞാൻ strength. സകലത്തിനും മതിയായവനാ I can do all things. എന്ന് പറഞ്ഞാൽ കാരാഗൃഹത്തിന് മീതെ എന്നെ ശക്തനാക്കുന്നവൻ എന്നെ പുറത്തു കൊണ്ടുവരും. Because that means I have a God who is capable of bringing me out of my prison. ഇന്ന് പകൽ ഈ പൗലോസും ഈ രക്തസ്രവക്കാരി സ്ത്രീയും പറഞ്ഞതുപോലെ വചനം പറഞ്ഞ് വിശ്വാസം കൊണ്ട് സാഹചര്യങ്ങളെ നിർമ്മിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവ പ്രവർത്തികളുടെ പ്ലാറ്റ്ഫോമുകളെ റാഫ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന് വേണ്ടി സ്വർഗ്ഗം ഇന്ന് പകൽ തുറന്നു വിടുകയാണ്. Heaven is opening up the supernatural
supernatural platform for you and me if you're able to believe and confess like how they did. നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ ഹൃദയത്തെയും വിശ്വാസം കൊണ്ട് നിങ്ങൾ നിർമ്മിക്കണം. You will have to fill up your heart, your spirit, everything with faith. സെക്കുലർ മാഗസിനകത്ത് അവൻ പ്രിന്റ് ചെയ്തു വരുന്ന കാര്യമല്ല നിന്റെ ഹൃദയത്തിനകത്ത് നീ നിർമ്മിച്ചു വെക്കേണ്ടത്. You don't have to fill your heart with what material things that you read on. അന്നന്ന് വരുന്ന ന്യൂസുകളല്ല നീ ഫീഡ് ചെയ്തു വെക്കേണ്ടത്. You don't have to keep feeding up your mind with all the news that you read. നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും In all the realms of your life, wherever it is in വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് you'll have to speak words of faith സകലത്തെയും സൃഷ്ടിച്ചെടുക്കാൻ, and to create whatever you want to happen നിർമ്മിച്ചെടുക്കാൻ and to make things to happen. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആലോചന കൈമാറുകയാ. Holy Spirit is giving you the advice. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജയാളികളായി മാറും. And in so then you will turn into victorious അവിടെ person. നിങ്ങൾ ജയാളിയായി മാറും. And you will turn triumphant. വിശ്വസിക്കുന്ന ആർത്ത് വിളിച്ച് ആമേൻ പറഞ്ഞേ. Believe and tell an amen. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാ ഇത്. And from today onwards, this is what you're supposed to do. നിങ്ങളെ ആമേൻ ഇടപെടുന്ന പോകുന്ന എല്ലായിടങ്ങളിലും വിശ്വാസം കൊണ്ട് കാര്യങ്ങളെ നിർമ്മിക്കാൻ നിങ്ങൾ കഴിയണം. You will have to handle up things wherever you go, whatever you do through faith. വിശ്വാസത്തിന്റെ നിർവചനം അതാണ്, ആശിക്കുന്നതിന് ഉറപ്പ്. So what is faith is about? Faith is about things ഞാൻ that you don't വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങേ കൈ വെച്ചിട്ട് കാര്യമില്ല. നിന്റെ ആശ പറയണം. And so what you have, you will have to speak it up. എനിക്ക് ഭയങ്കര വിശ്വാസമാ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. എന്നാൽ കാണാത്ത കാര്യങ്ങളെ പറയാൻ തയ്യാറുണ്ടോ? Are you ready to tell about things which you have not seen? അതിന് തന്റെ ഇടം വേണം. And that is what we call we have strength. പണ്ടൊരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് When we had a convention some time back, എല്ലാവരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കുട ചൂടി നിന്ന് പ്രാർത്ഥിക്കുക. and so people are gathered together in the ground and they were all praying. യേശുവിൻ നാമത്തിൽ മഴ നിൽക്കട്ടെ എന്ന്. And they were praying so that the rain would stop. കുട ചൂടി പ്രാർത്ഥിക്കും തോറും മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. As they were holding the umbrella and they were praying, the rain had not stopped yet. ആൽവിൻ പറഞ്ഞ ഒരു കത്തദാസനുണ്ടായിരുന്നു. There was a person called Alvin. അയാൾക്ക് മേലെ ആകാശം കീഴെ ഭൂമി ഇതിന് മാത്രമേ അയാൾക്ക് അറിയത്തുള്ളൂ. And all that he knows is that we have God everywhere around him. കൊടയൊന്നും ഇല്ലാതെ ഇറങ്ങി മുറ്റത്ത് ഇറങ്ങി പറഞ്ഞു യേശുവിൻ നാമത്തിൽ മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. He just stepped out to the ground and without the umbrella he commanded the rain to stop. അന്നേരം മഴ നിന്നു. And at that point the rain had stopped. അന്നേരം മഴ നിന്നു. And at that point the rain had stopped. അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇവിടെ ഇന്ന് പ്രാർത്ഥനയാ, കർത്താവേ ഈ വയറുവേദന മാറണേ എന്ന്. People wait for appointment and then they pray that God that let my sickness be healed. നിങ്ങൾ എനിക്ക് ഡോക്ടേഴ്സ് കൊണ്ട് എനിക്ക് ഏതാണ് വല്ലാത്ത പകയാന്ന്. എനിക്ക് അവർ വലിയ സ്നേഹമാ, എനിക്ക് ഒരുപാട് ഡോക്ടേഴ്സുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ ഹൃദയം തുറക്കാൻ, നിങ്ങളുടെ അകത്ത് ആരും കാണാതെ ചുരുണ്ടിരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടല്ലോ, അതൊന്ന് തുറക്കാൻ വേണ്ടിയാണ് ഈ സത്യം പച്ചയ്ക്ക് പറഞ്ഞു തരുന്നത്. I'm telling you the truth so that you can know how things can happen in your life. നിന്റെ വിശ്വാസത്തെ നീ പറയാൻ തയ്യാറായാൽ, If you're ready to confess out your നിന്റെ faith ചുറ്റുപാടുകളിൽ മുഴുവനും and all around your surroundings, വിശ്വാസത്തെ നിർമ്മിക്കണം. you will have to keep establishing and building up faith. വെളിപ്പാടകത്ത് വേണം. You will have to have the revelation inside. വെളിപ്പാടകത്ത് വേണം. If you have the revelation inside, സഭ കർത്താവിൻ്റെതാ, because the church belongs to ചാക്കോച്ചന്റെ God. അല്ല സഭ. Church does സഭ not belong to any കർത്താവിൻ്റെതാ. man. എല്ലായിടത്തും വചനം വിതച്ചേ, വിശ്വാസം വിതച്ചേ. And you'll have to keep നിങ്ങൾ sowing പോകുന്ന the faith. എല്ലായിടത്തും വിശ്വാസം വിതച്ചേ. Wherever you go, keep sowing faith. നിങ്ങളൊരു അടയാളമായി മാറും. You would turn into a symbol. You'll turn into a നിങ്ങളൊരു miracle. അടയാളമായി മാറും. You would turn into a wonder. വിശ്വാസം നിർമ്മിക്കാൻ തുടങ്ങിക്കേ. നിന്റെ തലമുറകളെ നോക്കി നല്ലത് മാത്രം നീ നിർമ്മിച്ചോണം. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഭാവി നിർമ്മിക്കും നീയാ. You are the one who is going to decide your future about your children. മക്കളെ, ദൈവത്തിന്റെ പ്രോഗ്രാം നമ്മുടെ കയ്യിലല്ല. We do not know what God is going to do for us. ദൈവത്തിന്റെ പരിപാടി ഭയങ്കരവാ. God's purpose and plans are going to be tremendous. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസത്തെ നിങ്ങൾ നിർമ്മിക്കുക. And this is what we mean by saying cultivate and invest in faith. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ദൈവശബ്ദം കേൾക്കുന്നു. എംബസിയിൽ പോകാൻ ചിലരെ ദൈവം വിളിക്കാൻ പോവുക. God is going to call certain people to go to embassy. Right now God was telling to me that. അത് ഞാനാകട്ടെ, പ്രായമൊന്നും വിഷയമല്ലതിന്. It's not about the age. യെസ്, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. God is capable of doing miracles. രക്തസ്രവക്കാരി സ്ത്രീ വിശ്വാസത്തെ നിർമ്മിച്ചു. She just built up her faith. പൗലോസ് കാരാഗൃഹത്തിൽ കടന്ന് അവിടെ വെച്ച് എന്നെ ശക്തനാക്കുന്നവൻ,
the one who strengthens me, അവൻ മുഖാന്തിരം through him, അവൻ സ്വർഗത്തിലല്ല, അവൻ എന്റെ അകത്താണ്. he's not somewhere else, he's എന്റെ inside of me. അകത്തിരിക്കുന്നവൻ മുഖാന്തിരം, The one who is inside of me, through എന്റെ him, അകത്തിരിക്കുന്നവൻ മുഖാന്തിരം the one who is inside of me ഞാൻ and through സകലത്തിനും, him, I ഞാൻ will, സകലത്തിനും, in all things, ഞാൻ സകലത്തിനും, in all things, നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശു മുഖാന്തിരം സകലത്തിനും. in ആമേ, മക്കൾ ഉണ്ടാകുന്ന കാര്യത്തിൽ മാത്രമല്ല, സൗഖ്യമുണ്ടാകുന്ന കാര്യത്തിൽ മാത്രമല്ല, സകല കാര്യത്തിലും അവൻ മുഖാന്തിരം ഇന്ന് പകൽ നിന്റെ മേലൊരു ജയം സംഭവിക്കാൻ പോകും.